ഒരു ബംഗ്ലാദേശി ഭീകരവാദി ഈ പത്തനംതിട്ടയിൽ സ്വൈരവിഹാരം നടത്തി. കേരളത്തിലെ ഒരു ചാനലും കൊണ്ടുവന്നില്ല, ജനം ചാനലാണ്. പ്രൊഫൈലിലെ ചിത്രം എന്താ? ഭാരതത്തിന് നേരെ, ഇന്ത്യയുടെ മാപ്പിന് നേരെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുന്നതാ. അയാളെയൊക്കെ എങ്ങനെയാ ഈ വെള്ള പൂശുന്നത്? ഈ പറയുന്ന രണ്ടുപേര്, അവരുടെ വാപ്പയും ഒരു ഒന്നാന്തരം ജിഹാദി, ഈ പറയുന്ന ആളുടെ അളിയനായിട്ടുള്ള വ്യക്തി നിയാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ ഞാനിപ്പോൾ നടക്കുന്നത്. കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടത്? അവർക്ക് ജിഹാദികൾക്ക് കഞ്ഞി വെക്കുന്നവർന്നോ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പിന് കൂട്ടു നിൽക്കുന്നവർന്നോ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമുണ്ട്. ആദ്യകാല യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് വരെയുള്ള യുദ്ധമാണ്. പക്ഷെ അവരാരും സമൂഹത്തെ കൊള്ള ചെയ്തില്ല, ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്തില്ല, അവരാരും മതം മാറ്റാൻ ശ്രമിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ 8-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസനിയും ഗോറിയും വന്നു, ഇൽത്തുദ്മിഷ് വന്നു, അലാവുദ്ദീൻ ഖിൽജി വന്നു. അതിനുശേഷമുള്ള ചരിത്രത്തിൽ ബാബർ വന്നു, ബാബറിന് ശേഷം ഈ എൻഡിൽ ഔറംഗസീബ് വന്നു. ഈ പിന്തുടർച്ച മുഴുവനും അമ്പലങ്ങൾ തകർക്കുകയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ മതപരിവർത്തനം ചെയ്യുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. അന്നത്തെ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് നടന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത് മതം മാറ്റിയെങ്കിൽ അതേ മൈൻഡ് സെറ്റാണ് ഇന്നും നടക്കുന്നത്, ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ല എന്ന് പറയുന്നത്, കേട്ടില്ല എന്ന് പറയുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു ദിവസം ഈ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വീട്ടിലും ഇവരെത്തും, ആ സമൂഹത്തിലും എത്തും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനും ഇല്ല, പിണറായി വിജയനും ഇല്ല. അവരെ സംബന്ധിച്ചോളം അപരമത വിദ്വേഷ വിരുദ്ധ ഭീകരവാദമാണ്. എന്ത് പറ്റിയടാ? ഈ ഒരു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം, ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തീവ്രവാദികൾ കാണിച്ചു തരാറുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ജലീലിനെ പോലെയുള്ള ആളുകൾക്ക് ഇസ്ലാം അറിയാത്തതിന്റെ പേരിൽ, അവർ മദ്രസയിൽ ഇരുന്ന് ഉറങ്ങിയതിന്റെ പേരിൽ അവർക്ക് കാര്യം മനസ്സിലാവില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ജലീലിനെ പോലുള്ള ആളുകൾ ഈ ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഇവരെ പോലുള്ള ആളുകളാണ് ഈ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതൊന്നും സാരമില്ല. ഇവര് സത്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങളെ ഈ പ്രശ്നത്തിന് മനസ്സിലാക്കാനുള്ള ആ വഴിയെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇവരല്ല ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്നത്. ഈ പറയുന്ന ആളുകളെ എനിക്ക് എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരിടുന്ന ഒരു കേസുണ്ട്. ഈ ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള ഒരു ജിഹാദി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇതിലെ രണ്ട് വ്യക്തികൾ. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഷിബിലി, ഷാദുലി, ഈ പറയുന്ന രണ്ടുപേര്, അവരുടെ വാപ്പയും ഒരു ഒന്നാന്തരം ജിഹാദി, ഈ പറയുന്ന ആളുടെ അളിയനായിട്ടുള്ള വ്യക്തി നിയാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ ഞാനിപ്പോ നടക്കുന്നത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വീടരുതരവനെ. എന്നിട്ട് ഈ കേസ് ഇവിടെ കൊടുക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ആരാണ്? ഇവിടുത്തെ സാധാരണ മലയാളികളാണ്. അതിന് കൈയടിക്കുന്ന ആളുകൾ അവരാണ്. അപ്പൊ ഈ ജിഹാദികൾക്ക് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടത്? അവർക്ക് ജിഹാദികൾക്ക് കഞ്ഞി വെക്കുന്നവർന്നോ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പിന് കൂട്ടു നിൽക്കുന്നവർന്നോ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? അതും ശരിയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മലയാള നാട്ടിലെ ഈ സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഈ ജിഹാദികൾക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ, അത് കള്ളക്കേസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് കൈയടിക്കുമ്പോൾ ഇത് ജിഹാദിന് വളമാകുന്നു. ഇനി ഇവർക്ക് വാദിക്കുന്ന വക്കീലാരാണ്? അത് ഇതേപോലെ ഒരു കലാം പാഷ എന്ന് പറഞ്ഞൊരു വക്കീൽ. അതാരാണ്? അത് മറ്റൊരു ജിഹാദി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് വിളിക്കാം. അത് അവിടെ ഈ പറയുന്ന സിമി ഗൂഢാലോചന വാഗമണിൽ നടന്നു എന്നുള്ളത് പറയുകയും അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആരും വെറുതെ വിട്ടിട്ടില്ല. അവർ ശിക്ഷിക്കാനാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുക. ഇതെല്ലാം എന്തോ സാധനമാണെന്ന് പറയും. എന്നിട്ട് പകരം നമുക്ക് സനാതന ധർമ്മത്തെ കുറിച്ച് പറയാം എന്ന് പറയുന്ന ഈ ഡിഫ്ലക്ഷൻ ടാക്ടിക്, ഈ പറയുന്ന വാട്ട് അബൌട്ടറി, അത് ജലീലിന്റെ നാഷണൽ ലീഗിന്റെ ഓഫീസിൽ ചെലവാക്കിയാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതങ്ങോട്ട് 8 മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ. മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയം ഇതാണ്, അല്ലാതെ സംഖ്യ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. കാരണം ഇത് നിങ്ങൾക്ക് സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ അത് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലേ നടക്കൂ. ആഗോളതലത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ ജിഹാദിനോടുള്ള ഈ ഒരു അയഞ്ഞ സമീപനവും അവർക്ക് അതിന്റെ ആ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവർ മൊത്തത്തിൽ മുസ്ലിങ്ങൾ എന്ന വിധേന ആ സമൂഹം എന്നുള്ള നിലയ്ക്ക് അവരതിന്റെ ഒരു പഴി പേറി നടക്കേണ്ട ഒരു ഗതികേട്. അതായത് എവറി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ പറയുന്ന സമയത്ത് ഞാനത് പറയുമ്പോൾ ആളുകൾക്ക് പിടിക്കില്ല. പക്ഷെ ഇവിടെ ഇരുന്ന ഈ ജലീൽ പോലും ഈ ജിഹാദിനെ പിന്താങ്ങുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ജലീലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്നല്ലേ വരുന്നത്. ഇനി നീ എങ്ങാനും
വിഷയം. സനൂഫ് എന്ന് പറയുന്ന ആ ഒരു ജിഹാദി ആയിട്ടുള്ള മുസ്ലിം അവിടെ ഒരു കമന്റ് എടുക്കുകയും പഹൽഗാം അക്രമത്തെ കുറിച്ചിട്ട് ഒരു വളരെ വളരെ ദേശവിരുദ്ധമായ വളരെ തീവ്രവാദത്തിന് അനുകൂലമായ ഒരു കമന്റ് ഇട്ടപ്പോ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഇവിടുത്തെ ഈ ജിഹാദി അനുകൂലമായ ആളുകൾ എന്താ പറഞ്ഞത്? ഇത് അയാളുടെ മൊബൈൽ എവിടെ മാറിയിരുന്ന സമയത്ത് മൂത്രമൊഴിക്കാൻ പോയപ്പോ ഏതോ സംഖ്യ ഒപ്പിച്ച പണിയാണെന്നാണ് ഇവിടുത്തെ ജിഹാദികൾ പറഞ്ഞത്. കമന്റ് ഇട്ടത് മോശമാണ്, പക്ഷെ അയാൾ ചെയ്തത് ഒരു വളരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആ മൈൻഡ് സെറ്റ്, ആ റിലീജിയസ് ആയിട്ടുള്ള മോട്ടിവേഷനെ തള്ളി പറയാൻ നമ്മുടെ ജലീൽ തയ്യാറല്ല. ഇത് തന്നെയല്ലേ ഈ ജിഹാദി തരം എന്ന് പറയുന്നത്? ഒന്നത് അതൊന്നും എനിക്കറിയാൻ മേല. അപ്പോ ഈ ജിഹാദികൾക്ക് അറിയാം, അവരെന്ത് തോന്നിയാൽ ഒപ്പിച്ചാലും അത് ഇസ്ലാമിന്റെ പേരിൽ ഒപ്പിച്ചാൽ പോലും അതിനെ വെളുപ്പിക്കാൻ ഇതേപോലെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരായ ജലീലിനെ പോലുള്ള കുറെ ആളുകൾ ഈ നാട്ടിൽ കറങ്ങി നടപ്പുണ്ടെന്ന് അറിയുന്ന ആളുകളാണ് ഈ ജിഹാദികൾ. അതുകൊണ്ടാണ് ജലീൽ അത് ആ രീതിയിൽ ഇന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. പഹൽഗാമിലെ വിഷയം പോലും അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പഹൽഗാമിലെ വിഷയം വന്നപ്പോഴും പല ചർച്ചകളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നാണല്ലോ. എന്താ ജലീൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ എന്താ ഇവിടെ സെൻകുമാറിനോട് എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞത്? ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അതായത് BJPയുടെ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഈ മാതിരി തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇതിനെ വെളുപ്പിക്കുന്ന ഒരു ആശയം. അപ്പൊ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഈ ഒരു 4 ഉദാഹരണം ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായത് എടുത്താൽ പോലെ ഒരു തവണയെങ്കിലും ഇവർ ജിഹാദിന് വിരുദ്ധമായിട്ട് ഒരു നിലപാടെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ ഒന്ന് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ എപ്പോഴെങ്കിലും ഈ ജലീലിനെ പോലുള്ള ആളുകൾക്ക് പറ്റുന്നുണ്ട്. എന്നിട്ട് അവർ സ്വയം പറയുന്നത് ഞങ്ങൾ വലിയ ഭീകരവിരുദ്ധ വർഗീയത വിരുദ്ധ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന എന്തോ രാഷ്ട്രീയ പ്രവർത്തകരാണ്. നിങ്ങൾ മണ്ണാങ്കട്ടയാണെന്നാണ് ഞാൻ പറയാം. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അതായത് കേരളം ഒരു തീവ്രവാദത്തിന് അനുകൂലമായ ഒരു സ്ഥലമാണ് എന്ന് ഞാനോ ജനം TV ഒന്നും അല്ല പറയുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഇവിടെ ആരും അടിച്ചേൽക്കുന്നില്ല. അത് ആദ്യം പറഞ്ഞത് സാക്കിർ നായിക്കാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഹിജറ പോകണം കേരളത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദികളെ മുഴുവൻ കേരളത്തിലേക്ക് ഹിജറ പോകാൻ പ്രേരിപ്പിച്ചത് സാക്കിർ നായിക്കാണ്. സാക്കിർ നായിക്ക് ഒന്നാം തരം തീവ്രവാദിയാണ്. അയാൾ ഇന്ന് ഇവിടുത്തെ നിയമത്തിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുന്ന ഒരു ജിഹാദി കൂടിയാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ജലീലിനെ പോലുള്ള ആളുകളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ചർച്ചയാക്കിയതിന് നന്ദി എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അപ്പുറത്ത് ഇതേപോലെയുള്ള തെമ്മാടികൾ മതപരിവർത്തനം നടത്താൻ വേണ്ടി പെൺകുട്ടികളെ അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർക്കേണ്ട ചുമതലയും ഞങ്ങൾക്കുണ്ട്. അതിനെ ഞങ്ങൾക്ക് മാത്രമല്ല, ജലീലിനുമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിനുമുണ്ട്, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ഇന്ന് ഈ ജനം ചാനലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം വേറെ ഈ 38 പേർക്ക് വധശിക്ഷ നൽകിയ ഇത്രയും വലിയ ഒരു സംഭവം, ഒരു ഹൈക്കോടതി വിധി ഇത്ര ശക്തമായ രീതിയിൽ വന്നിട്ടും എന്തുകൊണ്ടും മറ്റു ചാനലുകളൊന്നും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിധി ഈ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിലെ അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? എന്തേ? ഇതാണ് രാഷ്ട്രീയം. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ സംസാരിക്കാനുള്ള കാരണം. അടിസ്ഥാനപരമായ കാരണം അതാണ്. കാരണം എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ അത് പെരുപ്പിച്ച് സംഘപരിവാറിനെതിരായിട്ട് കൊണ്ടുവരാൻ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്, ജലീലടക്കമുള്ള ആളുകളുണ്ട്. പക്ഷെ സത്യസന്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കണ്ടേ? അപ്പത്താ തട്ടിപ്പാണല്ലേ? ഒരു ബംഗ്ലാദേശി ഭീകരവാദി ഈ പത്തനംതിട്ടയിൽ സ്വൈരവിഹാരം നടത്തി. കേരളത്തിലെ ഒരു ചാനലും കൊണ്ടുവന്നില്ല, ജനം ചാനലാണ് കൊണ്ടുവന്നത്. അയാൾ ഭീകരവാദി അല്ല എന്ന് പറയാൻ വേണ്ടിയായിരുന്നു പല ആൾക്കാരും ശ്രമിച്ചത്. നമ്മളെയാണല്ലോ മച്ചമ്പി. പക്ഷെ അയാളുടെ പ്രൊഫൈലിലെ ചിത്രം എന്താ? ഭാരതത്തിന് നേരെ, ഇന്ത്യയുടെ മാപ്പിന് നേരെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുന്നതാ. അയാളെയൊക്കെ എങ്ങനെയാ ഈ വെള്ള പൂശുന്നത് കേരളത്തില്? പോയി ചത്തുടടാ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?